സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വിവിധ മതവിഭാഗങ്ങളിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ചർച്ചയാണ്. എന്നാൽ ഇതോടനുബന്ധിച്ച് തന്നെ പരിഗണിക്കുന്ന മറ്റ് വിഷയങ്ങളെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതേക്കുറിച്ചാണ് ഇന്ന് കോഡ് പരിശോധിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം സുപ്രീം കോടതി പരിഗണിക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ വിലക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. പ്രത്യേക നിബന്ധനകളോടെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാം എന്ന് പറയുന്നു. എന്നാൽ മുസ്ലിം സ്ത്രീകളെ പള്ളികളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് വാദിക്കുന്നവരും നിരവധിയാണ്. പൂനെ സ്വദേശികളായ ദമ്പതികളാണ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ ആദ്യം സമീപിച്ചത്. സുപ്രീം കോടതി വഖഫ് ബോർഡിനോട്, കേന്ദ്ര സർക്കാരിനോട്, അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡിനോട് തുടങ്ങിയവരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നിർബന്ധമാക്കുന്ന വിധി പുറപ്പെടുവിക്കരുത് എന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചു. പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണെന്ന് ബോർഡ് വ്യക്തമാക്കി. ഖുറാനിലോ ഹദീസിലോ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശന വിലക്കില്ലെന്നും ബോർഡ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ മുസ്ലിം സ്ത്രീകളോട് വിവേചനമുണ്ടെന്ന് പറയാനാകില്ല എന്നാണ് ബോർഡിന്റെ നിലപാട്. പക്ഷേ പുണ്യസ്ഥലമായ മക്കയിലും മദീനയിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പ്രാർത്ഥന നടത്തുന്നുണ്ട്. മറ്റ് പള്ളികളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ട് എന്നാണ് ഹർജിക്കാരുടെ വാദം. കോടതി പരിഗണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാഴ്സി സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. പാഴ്സി വിഭാഗത്തിലെ സ്ത്രീകൾ അന്യമതസ്ഥരെ കല്യാണം കഴിച്ചാൽ പിന്നീട് അവർക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം വിലക്കും. അത് ആചാരപരമായ പ്രശ്നമാണ് എന്നാണ് പാഴ്സി വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ സ്ത്രീകളോടുള്ള വിവേചനമാണ് എന്നും പറയുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലും കോടതി തീരുമാനം പറയും. ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ കേട്ടുകേൾവിയില്ലാത്ത മറ്റൊരു സംഭവമുണ്ട്. ഷിയ മുസ്ലിങ്ങളിലെ ദാവൂദി ബോറ സമുദായവുമായി ബന്ധപ്പെട്ടാണ്. ഈ സമുദായ അംഗങ്ങളെ പുറത്താക്കുന്നതും സമുദായത്തിലെ സ്ത്രീകളുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുന്നുണ്ട്. ഖുറാനിൽ പറയാത്ത ചേലാകർമ്മം എന്നത് വലിയ അനീതിയാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും കോടതി തീർപ്പ് കൽപ്പിച്ചേക്കും. മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള പ്രശ്നമാണ് കോടതിക്ക് മുന്നിലുള്ളത്. മതസ്വാതന്ത്ര്യം ഭരണഘടനാ അവകാശത്തെ ലംഘിക്കുന്നുണ്ടോ എന്ന വിഷയത്തിലായിരിക്കും കോടതി തീർപ്പ് കൽപ്പിക്കുക.